ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രചണ്ഡമായ പ്രചരണം പല മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും കേരളത്തിൽ പല മണ്ഡലങ്ങളിലും നാളിതുവരെ കാണാത്ത തണുത്ത പ്രചരണവും ഉണ്ടായി എന്നതാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കുന്ന വിഷയം ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുന്നേറ്റം UDFന് തന്നെയായിരിക്കും. പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിന്ന് LDF അതിൻ്റെ നില മെച്ചപ്പെടുത്തും. LDFന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ 1 നിന്ന് 4 മുന്നേറാൻ സാധ്യതയുണ്ട്. വടകര, തൃശ്ശൂർ, ആലത്തൂർ, കണ്ണൂർ, പാലക്കാട്, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും 4 മണ്ഡലങ്ങളിൽ LDFൻ്റെ വിജയം സുനിശ്ചിതമാണ്. ഈ മണ്ഡലങ്ങളിൽ തൃശ്ശൂരും ആറ്റിങ്ങലും UDFനും വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. BJP ഇനിയും കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുവാൻ കാത്തിരിക്കേണ്ടി വരും. BJPക്ക് 2ാം സ്ഥാനത്ത് എത്തുവാൻ കഴിയുന്ന മണ്ഡലം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ്. ഈ വാശിയേറിയ പോരാട്ടത്തിലും UDFന് ഉണ്ടാകുന്ന മുൻതൂക്കത്തിൻ്റെ പ്രധാന കാരണം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. കൂടാതെ CAA വിഷയം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയ ഒരു കേന്ദ്രീകരണം ഉണ്ടാകുകയും അത് UDFന് അനുകൂലമാകുകയും ചെയ്തു. പിന്നെ ചില മണ്ഡലങ്ങളിലെങ്കിലും BJPയുടെ സ്ഥാനാർത്ഥികളുടെ ദൗർബല്യം തീർച്ചയായിട്ടും UDFന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. മാവേലിക്കര, പത്തനംതിട്ട, ചാലക്കുടി മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ UDFന് അനുകൂലമായ ഒരു സാധ്യത തെളിയുന്നതാണ്. അതുപോലെ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ അവസാന നാളുകളിൽ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയ ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയ ഒരു കേന്ദ്രീകരണം ഉണ്ടാകുകയും അത് UDFന് അനുകൂലമായ സാധ്യത ഉണ്ടാകുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് ഉടനീളം പരിശോധിച്ചാൽ BJP പല മണ്ഡലങ്ങളിലും പ്രചണ്ഡമായ പ്രചരണം സൃഷ്ടിച്ചെങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം ബൂത്തുകളിൽ പലപ്പോഴും അവരുടെ സാന്നിധ്യം ശൂന്യമായിരുന്നു. വോട്ടെടുപ്പ് ഓഫീസുകൾക്ക് പുറത്തുള്ള ബൂത്തുകളിൽ വളരെ സാന്നിധ്യം കുറവായിരുന്നു എന്ന് മാത്രമല്ല, പല കേന്ദ്രങ്ങളിലും പോളിംഗ് ഏജൻറ്റുമാരുടെ അസാന്നിധ്യവും കാര്യമായ രീതിയിൽ തന്നെ അനുഭവപ്പെട്ടു. തൃശ്ശൂരിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ വോട്ട് നേടുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ആദ്യ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പ്രചണ്ഡമായ പ്രചരണം സൃഷ്ടിച്ചുവെങ്കിലും ആ സ്ഥാനാർത്ഥിയുടെ ചില സംഭാഷണങ്ങളും ചില ഇടപെടലുകളും BJPക്ക് അവിടെ വോട്ട് കുറയുവാൻ സാഹചര്യം ഒരുക്കും. കോട്ടയം, ചാലക്കുടി, പത്തനംതിട്ട, കാസർഗോഡ് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം നേടിയ വോട്ടുകൾ BJPക്ക് നേടുവാൻ കഴിയുകയില്ല. LDF പല മണ്ഡലങ്ങളിലും മുന്നേറ്റം കാഴ്ചവെക്കുമെങ്കിലും ചില മണ്ഡലങ്ങളിലെങ്കിലും UDFൻ്റെ സ്ഥാനാർത്ഥികളുടെ ശക്തമായ സാന്നിധ്യം LDFൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് മങ്ങലേൽപ്പിക്കും. അങ്ങനെ ഉള്ള ഒരു മണ്ഡലമാണ് കോട്ടയം. എന്തായാലും തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തും. അവിടെ അവസാനമായി ഉണ്ടായ ലാറ്റിൻ രൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നുള്ള സംഭാഷണവും തുടർന്നുള്ള ന്യൂനപക്ഷ കേന്ദ്രീകരണവും ശശി തരൂരിന് അനുകൂലമാവും. രാജഗോപാൽ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ഉള്ള അടുക്കും ചിട്ടയുമുള്ള പ്രചരണം നടത്തുവാൻ BJPക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ സാധിച്ചിട്ടില്ല. ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയുള്ള
അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ചില PR വർക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനമാണ് തിരുവനന്തപുരത്ത് BJP നടത്തിയത്. അത് വിജയത്തിലേക്ക് എത്തില്ല. BJP സ്ഥാനാർത്ഥി അവിടെ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. എന്തായാലും വോട്ടെടുപ്പിൻ്റെ ഫലനിർണ്ണയം നടത്തുമ്പോൾ UDF 16, LDF 4 എന്നതായിരിക്കും കേരളത്തിൻ്റെ ഫലം.